കോട്ടയം ഏറ്റുമാനൂരിൽ നിന്നും കാണാതായ സുഹൈൽ നൌഷാദിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. പേരൂർ പൂവത്തുംമുട്ടിൽ മീനച്ചിലാറ്റിൽ നിന്നുമാണ് മൃതദേഹം കണ്ടെത്തിയത്. ബികോം വിദ്യാർത്ഥിയാണ് മരിച്ച കുട്ടി. ടോബി ജോൺസൺ കോട്ടയത്തു നിന്ന് വിവരങ്ങൾ നൽകും. ടോബി, എന്താണ് സംഭവിച്ചത് എന്നതിൽ എന്തെങ്കിലും വ്യക്തത വന്നിട്ടുണ്ടോ? ഇന്നലെ കാണാതായി എന്ന വാർത്ത നമ്മൾ നൽകിയതാണ്. ഇതാ ഇപ്പോൾ മരിച്ചു എന്ന വിവരം വരുന്നു. എന്താണ് പോലീസ് പറയുന്നത്? എന്താണ് സംഭവിച്ചത് എന്ന് സംബന്ധിച്ചുള്ള ഒരു വ്യക്തതയിലേക്ക് വന്നിട്ടില്ല. അതിനുവേണ്ടിയുള്ള ശ്രമം, ആ വ്യക്തത വരുത്താൻ വേണ്ടിയുള്ള ശ്രമം പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 7-ാം തീയതിയാണ് ഈ സുഹൈൽ എന്ന് പറയുന്ന ഏറ്റുമാനൂർ സ്വദേശിയായിട്ടുള്ള വിദ്യാർത്ഥിയെ കാണാതാകുന്നത്. പാത്താമുട്ടത്തെ ഒരു സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജിൽ 1-ാം വർഷ ബികോം വിദ്യാർത്ഥിയാണ്. ക്ലാസ്സിൽ പോയി തിരിച്ച് വീട്ടിലേക്ക് മടങ്ങി വരാൻ വേണ്ടി പോകുന്നതാണ് എന്നാണ് വീട്ടുകാർ പറയുന്നത്. പക്ഷേ വീട്ടിലേക്ക് എത്തിയില്ല. അതിനെ തുടർന്ന് വിശദമായിട്ടുള്ളൊരു അന്വേഷണം ബന്ധുക്കളും പോലീസും ചേർന്ന് നടത്തി. മാധ്യമങ്ങളിലടക്കം വാർത്ത നൽകി. പക്ഷേ എവിടെയാണെന്ന് കണ്ടെത്താനായില്ല. മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഈ പൂവത്തുംമൂട് ഭാഗത്ത് വെച്ച് മൊബൈൽ ഫോൺ ടവറിന് ലൊക്കേഷനിൽ ഈ മൊബൈൽ ഫോൺ ഉണ്ട് എന്നുള്ള ഒരു വിവരം ലഭിച്ചത്. അതിനുശേഷം പല പരിശോധനകൾ നടത്തിയെങ്കിലും ആളെ കണ്ടെത്താനായില്ല. തുടർന്നാണ് ഇന്ന് രാവിലെ ഈ പാലത്തിന് സമീപത്തായിട്ടുള്ള മീനച്ചിലാറ്റിൽ മൃതദേഹം കണ്ടെത്തുന്നത്. തുടർന്ന് വീട്ടുകാരെ വിളിച്ച് കാണിച്ചപ്പോഴാണ് ഇത് ഈ കുട്ടിയുടെയാണെന്ന് മനസ്സിലാകുന്നത്. പോലീസ് എത്തി മൃതദേഹം കരയ്ക്കെത്തിച്ച് പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്ക് ലഭിക്കുന്ന ഒരു വിവരം അനുസരിച്ച് പോലീസ് പങ്കുവെക്കുന്ന പ്രാഥമിക വിവരം ആത്മഹത്യയാണ് എന്നുള്ള ഒരു സംശയമാണ് പോലീസിനുള്ളത്. കാരണം പരീക്ഷയുമായി ബന്ധപ്പെട്ട് ചില മാനസിക പ്രശ്നങ്ങൾ, മാനസിക സമ്മർദ്ദം ഈ കുട്ടിക്കുണ്ടായിരുന്നു എന്നുള്ളൊരു പ്രാഥമിക വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. എന്തായാലും വിശദമായിട്ടുള്ള അന്വേഷണത്തിലേക്ക് ഏറ്റുമാനൂർ പോലീസ് കടന്നിട്ടുണ്ട്. വിജയകുമാർ. യെസ്, ടോബി ജോൺസനാണ് വിവരങ്ങൾ നൽകിയത് കോട്ടയത്ത്. എന്താണ് സംഭവിച്ചത് എന്നറിയില്ല. പരീക്ഷ സംബന്ധിച്ച് ചില മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് മാത്രമേ ഇപ്പോൾ പോലീസിനും വിവരമുള്ളൂ. അന്വേഷണം തുടരുകയാണ്.